Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. അസ്സലാമു ഖത്തറിൻ്റെ നേർചിത്രം അതാണ് ദോഹ സ്റ്റോറീസ്. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദോഹ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ആദ്യം ഖത്തറിൻ്റെ പോയവാര കാഴ്ചകൾ കാണാം. അൽ സുൽത്താൻ മെഡിക്കൽ സെന്ററും സംസ്കൃതി ഇൻഡസ്ട്രിയൽ ഏരിയ യൂണിറ്റും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ പി കുമരൻ, ലേബർ കമ്മ്യൂണിറ്റി വെൽഫെയർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അലീൻ, അൽ സുൽത്താൻ മെഡിക്കൽ സെന്റർ ചെയർമാൻ സാലെ സാലിം തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുത്തു. ഖത്തറിലെ മലങ്കര ഓർത്തഡോക്സ് ചർച്ച് ക്രിസ്മസിനോടനുബന്ധിച്ച് മർഹൂബ 2018 എന്ന പേരിൽ കരോൾ ഗാന മത്സരം സംഘടിപ്പിച്ചു. ജിജി തോംസൺ IAS മുഖ്യാതിഥിയായ ചടങ്ങിൽ ഫാദർ TK ഡാനിയൽ, ഫാദർ കോശി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ബിർള ഇന്ത്യൻ സ്കൂൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മാർച്ച് പാസ്റ്റ്, നൃത്തനൃത്യങ്ങൾ തുടങ്ങി വിവിധ പരിപാടികളാണ് അരങ്ങേറിയത്. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ AP ശർമ്മ, സീനിയർ വൈസ് പ്രിൻസിപ്പൽ ഷെർലി റപ്പായി, മാനേജ്മെന്റ് പ്രതിനിധികളായി CV റപ്പായി, മറിയ തോമസ് എന്നിവർ പങ്കെടുത്തു. We want to say that since we belong and this is our home, so we love Qatar. Long live Qatar! Long live Qatar! ആയിരത്തി 1990കളിലെ ഹിറ്റ് ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കി ഗായകൻ തുയബിന്റെ നേതൃത്വത്തിൽ ഹിറ്റ്സ് ഓഫ് 90 എന്ന പേരിൽ സംഗീത വിരുന്നൊരുക്കി. ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ ദോഹയിലെ ഗായകരായ സലീം പാവർട്ടി, ജാൻസി, മൈഥിലി ഷണായി, ശിവപ്രിയ സുരേഷ് തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. റൂസിയ ഗ്രൂപ്പിന്റെ പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂം ജാഗർ ആൻഡ് LED വേൾഡ് ഖത്തറിൽ കർത്തിയാത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷെയ്ഖ് അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ റൂസിയ ഗ്രൂപ്പ് MD ഡോക്ടർ കരീം, ഒമർ സലീം ഷാംലാൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ 34ാമത് ആനുവൽ സ്പോർട്സ് ഡേ വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മുഖ്യാതിഥിയായി ഫസ്റ്റ് സെക്രട്ടറി എംബസി ഓഫ് ഇന്ത്യ ഹേമന്ത് കുമാർ ദ്വിവേദി, ഖത്തർ സ്പോർട്സ് അഫെയർ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധി ഹാഷിം മുർത്താദ്, സ്കൂൾ പ്രിൻസിപ്പൽ ഷെയ്ഖ് ഷൗക്കത്ത് അലി, പ്രസിഡന്റ് ഡോക്ടർ ഹസൻ കുഞ്ഞി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫണ്ടേ ക്ലബ് ഖത്തറിന്റെ ആഭിമുഖ്യത്തിൽ ജോസഫ് എന്ന സിനിമയുടെ പ്രദർശനം ഏഷ്യൻ ടൗണിൽ നടന്നു. പ്രസിഡന്റ് അജയ് കുമാർ, സെക്രട്ടറി റഷീദ്, രക്ഷാധികാരി സനീഷ് തുടങ്ങിയവർക്കൊപ്പം ജോസഫ് എന്ന സിനിമയിലെ നായകൻ ജോജു ജോർജ് ചടങ്ങിൽ പങ്കെടുത്തു. ഫണ്ടേ ക്ലബ് അംഗങ്ങളും ജോജു ജോർജും ഗാനങ്ങൾ ആലപിച്ചും കേക്ക് മുറിച്ചും ഖത്തർ ദേശീയ ദിനവും ആഘോഷിച്ചുമാണ് ചടങ്ങ് അവസാനിപ്പിച്ചത്. പാട്ടിനൊത്ത് താളം പിടിക്കും പെണ്ണ്, താളത്തിനൊത്ത് നല്ല ചൂട് വച്ചിടും. പാടത്തിൻ്റോരത്തവളെന്നും ഇരിക്കും തെച്ചി, പൂവ് പറിക്കാനായി മെല്ലെ നടക്കും. പാൽക്കാരൻ പയ്യനെ കാണാൻ പാടവരമ്പത്തിനോരത്ത് നിന്ന് ആരുമറിയാതെ അവളെന്ന് മെല്ലെ നോക്കിയിടും. കരുത്തിന്റെയും പരമാധികാരത്തിന്റെയും ശക്തി തെളിയിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഖത്തർ 11ാമത് ദേശീയ ദിനം ആഘോഷിച്ചു. രാജ്യത്തെ വിവിധ സ്റ്റേഡിയങ്ങളിൽ ഏഷ്യൻ സ്കൂൾ വിദ്യാർത്ഥികളും രാജ്യത്തെ വിവിധ പ്രവാസി സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികളുടെ കാഴ്ചകളിലേക്കാണ് ഇനി. അഭിമാനമാണ് ഖത്തർ, വർണ്ണമേഴും വാനി താരമാണ് ഖത്തർ, 14ാം രാവിനൊളിവാണ്, പനിനീർ പൂവിത സത്താണ് ഖത്തർ, 14ാം രാവിനൊളിവാണ്, പനിനീർ പൂവിത സത്താണ് ഖത്തർ. അഭിമാനമാണ് ഖത്തർ, വർണ്ണമേറും വാനി താരമാണ് ഖത്തർ. On the occasion of Qatar's National Day, I would like to convey my warm greetings to His Highness the Emir of Qatar, His Highness the Father Emir, the members of the government of Qatar and the people of Qatar. I am thankful to the government of Qatar and the leadership of Qatar for their patronage of the Indian community and the fact that they value their contributions over the years for being disciplined, hardworking and law-abiding. It makes me very proud to hear this time and again from the Qatari government representatives and law enforcement representatives whenever I meet them. So on the occasion of the Qatar National Day, I am happy that our relationship looks good and it is poised to grow further in the coming years. Thank you very much. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Carmel Group, one of the leading transportation and equipment rental company in Qatar. We also deal with construction materials and waste management systems. To know more about us, log into our website carmel.org.
40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നാഷണൽ പെയിന്റ്സ് ഫാക്ടറീസ് കമ്പനി ദോഹ ഖത്തർ അവതരിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ഏറ്റവും പുതിയ ബ്രാൻഡ് പെയിന്റ് ഓറിക്സ് പെയിന്റ്സ്. Passion in color. Oryx Paints, made in Qatar. Five-star hospitality redefined at an affordable price in the heart of Doha City. The Avenue, a Moab Hotel, Doha, Qatar. Your downtown hotel. Log on to www.avenuedoha.com. പരമാധികാരത്തിന്റെയും കരുത്തിന്റെയും ശക്തി തെളിയിച്ച് പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ ഖത്തർ 11ാമത് ദേശീയ ദിനം ആഘോഷിച്ചു. കഴിഞ്ഞ വർഷങ്ങളേതിൽ നിന്നും വളരെ വ്യത്യസ്തമായി വിപുലമായ സൈനിക പരേഡാണ് പ്രധാന വേദിയായ കോർണിഷിൽ ഒരുക്കിയിരുന്നത്. കര, നാവിക, വ്യോമസേനകളും വിവിധ ആഭ്യന്തര സുരക്ഷാ വിഭാഗവും സംയുക്തമായാണ് സൈനികാഭ്യാസത്തിന് നേതൃത്വം നൽകിയത്. ദേശീയ ദിന പരേഡിൽ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി സൈനികരുടെ അഭിവാദ്യം സ്വീകരിച്ചു. പിതൃ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ അൽത്താനിയും ചടങ്ങുകൾ വീക്ഷിക്കാൻ കോർണിഷിലെത്തിയിരുന്നു. ചടങ്ങുകൾ തത്സമയം വീക്ഷിക്കാൻ കഴിയാതിരുന്നവർക്കായി അൽബിദ പാർക്കിലും മറ്റും കൂറ്റൻ LED സ്ഥാപിച്ചിരുന്നു. കൈകളിൽ പതാകയേന്തി രാജ്യത്തിന് ഐക്യമറിയിച്ച് പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരാണ് ദേശീയ ദിന പരേഡ് കാണുവാനായി എത്തിയത്. വ്യോമസേനയുടെ അത്യാധുനിക വിമാനങ്ങളാണ് പരേഡിന് തുടക്കമിട്ടത്. ചുവപ്പും വെള്ളയും കലർന്ന ഖത്തർ പതാകയുടെ നിറത്തിൽ വർണ്ണവിസ്മയമൊരുക്കി. കഴിഞ്ഞ വർഷത്തേതിൻ്റെ 3 ഇരട്ടി സൈനികരാണ് ഇത്തവണത്തെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. കര, നാവിക, വ്യോമസേനകളെ കൂടാതെ സായുധ സേനയുടെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെയും സൈനികർ പരേഡിൽ പങ്കെടുത്ത് അമീറിനെ അഭിവാദ്യം ചെയ്തു. എമീരി നാവികസേനയുടെ മാരിടൈം ഷോയും പരേഡിൽ അണിചേർന്നു. ദേശീയ ദിനത്തോടനുബന്ധിച്ച് എമീരി ദീവാനിൽ ഖത്തറിന്റെ പരമ്പരാഗത വാൾനൃത്തമായ അർദ്ധ അരങ്ങേറി. ഖത്തർ അമീറും അദ്ദേഹത്തിന്റെ പിതൃ അമീറും അർദ്ധയിലും പങ്കെടുത്തു. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ഖലീഫ അൽത്താനി, അമീറിന്റെ പ്രതിനിധി ഷെയ്ഖ് ജാസിം ബിൻ ഹമദ് അൽത്താനി, ഷെയ്ഖ് അബ്ദുള്ള ബിൻ ഖലീഫ അൽത്താനി, ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഖലീഫ അൽത്താനി, ഷെയ്ഖ് ജാസിം ബിൻ ഖലീഫ അൽത്താനി തുടങ്ങിയവരും പങ്കെടുത്തു. രാജ്യത്തെ പ്രധാന സ്റ്റേഡിയങ്ങളിലൊന്നായ ലുസേലിൽ ഇത്തവണ ആദ്യമായി ദേശീയ ദിന പരിപാടികൾ സംഘടിപ്പിച്ചു. സ്റ്റേഡിയത്തിൽ ഏഷ്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ നടന്നു.
18 ഏഷ്യൻ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പരിപാടികൾ അവതരിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വിവിധ തരത്തിലുള്ള നിശ്ചല രൂപങ്ങൾ കുട്ടികൾക്കായി ഒരുക്കിയിരുന്നു. രാജ്യത്തെ വിവിധ പ്രവാസി സംഘടനകൾ പങ്കെടുത്ത ദേശീയ ദിനാഘോഷ പരിപാടികളാണ് പ്രധാനമായും ഏഷ്യ ടൗണിലാണ് നടന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘടനകളും ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും സംയുക്തമായാണ് പരേഡ് നിശ്ചയിച്ചിരുന്നത്. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways. Swasti Academy for Excellence, the art of genius making. An institution with a mission to bring authenticity to the Indian art scene in Qatar. A place of learning that seeks to combine deep training, opportunities, and all-round development. Al Kharif Trading and Contracting, your dependable service partner in Qatar. We deal with supply of heavy equipments, container transport, manpower supply and more. For best quality services, Al Kharif Trading and Contracting, Alco. Contact 5027 6464 5533 1361. Email salesalkharif@gmail.com. Nila Restaurant, Bin Mahmood, Doha, Qatar. Otis, the trendsetter, now available at major hypermarkets and supermarkets in Qatar. നാം ജീവിതാന്നം തേടിയെത്തിയ നമ്മെ സ്നേഹിക്കുന്ന ഖത്തറിന്റെ ദേശീയ ദിനത്തിൽ സ്വദേശികൾക്കൊപ്പം വിദേശികളുടെയും പങ്കാളിത്തം വളരെ വലുതാണ്. ഇതിൽ എടുത്തു പറയേണ്ടതാണ് മലയാളികളുടെ പങ്കാളിത്തം. മലയാളി സംഘടനകളും സ്ഥാപനങ്ങളും സ്കൂളുകളും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. ഖത്തറിൽ കലാരംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഖത്തർ ദേശീയ ദിനം വിപുലമായി ആഘോഷിച്ചു.
ദപഗസരി ത്രിഗമദപ ദപഗസരി ത്രിഗമദപ പദനി സരി നി സദപ പദനി നി സരി നി സദപ പ പദമഗരി സരി പ പദമഗരി സരി ദപഗസരി ത്രിഗമദപ ദപഗസരി ത്രിഗമദപ ദപഗസരി. ഖത്തർ നാഷണൽ ഡേ സ്വദേശികളുടെയും വിദേശികളുടെയും ആഘോഷമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാവരും വളരെ ആഘോഷ തിമിർപ്പിലാണ്. പല വേദികളിലും പലവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽസ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ് ഷഹാനിയയിൽ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അവിടെയുള്ള കൾച്ചറൽ ഷോ സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ ഇതിനുള്ള സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാ വർഷവും സ്കിൽസ് ആ പരിപാടികളിൽ പങ്കെടുക്കാറുണ്ട്. ഈ വർഷവും നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അതാണ് ഈ രാജ്യത്തോട് ഞങ്ങൾക്ക് ചെയ്യാനുള്ള സമർപ്പണം. അതിൽ എല്ലാവിധ പങ്കും ഞങ്ങൾ വഹിക്കുന്നതാണ്. ഇതിൻ്റെ ഈ പ്രാവശ്യത്തെ നാഷണൽ ഡേ സ്ലോഗൻ തന്നെ ഖത്തർ വിൽ റിമെയിൻ ഫ്രീ എന്നാണ്. അപ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. The Kerala peoples are very nice. Alhamdulillah, they support Qatar and Qatar support them, and I wish them good luck and for their happier life, and that's it. Thank you. ഖത്തറിന്റെ ദേശീയ ദിനം നാട്ടിലും ആഘോഷമായി. ഖത്തറിലെ പ്രമുഖ ഫിറ്റ്നസ് ഗ്രൂപ്പായ ജർമ്മൻ ഫിറ്റ്നസ് ഉടമ ഡോക്ടർ VM റിയാസ് കൊച്ചിയിലും തൃശൂരിലും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെയും ഫാദർ അമീറിന്റെയും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചാണ് ഖത്തറിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. ഖത്തർ ജനതയുടെ വളരെ വലിയ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാഷണൽ ഡേ പോലെ തന്നെ ഖത്തർ നാഷണൽ ഡേയും വളരെ ഭംഗിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടുത്തെ പോലെ തന്നെ നാട്ടിലും വിപുലമായ രീതിയിലാണ് ഖത്തർ നാഷണൽ ഡേ ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം ഇത്തരം ആഘോഷങ്ങളുമായി
ഖത്തറിൽ ആഘോഷിക്കാൻ കഴിയുന്നത് തന്നെ. Assalamu alaikum warahmatullahi wabarakatuh. Namaskaram. Hello to all our friends, and hello to all our viewers of Qatar. I would like to thank for them the giving support in Qatar about the Qatar National Day, December of 18. They are giving support of the flags Qatari, and they are putting in the pictures of Sheikh Tamim bin Hamad Al Thani and our Prince's father Sheikh Hamad bin Khalifa Al Thani. We would like to thank you for them for all support from Indians, and we would like to be relation of them. Thank you for all. Namaskaram. ഖത്തറിലെ പ്രമുഖ ബിസിനസ് സംരംഭകരായ കാർമൽ ഗ്രൂപ്പ് തങ്ങളുടെ വാഹനങ്ങൾ ഖത്തർ പതാകകളാൽ അലങ്കരിച്ച് നിരത്തിലിറക്കി. ഖത്തറിന്റെ കൂടുതൽ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ. നമസ്കാരം. Doha Stories, presented by Carmel Group, co-sponsored by Jet Airways.